Welcome to Machinery World. Good morning, sir. Good morning. Myself, Salahuddin, I am from Trivandrum. I am running a YouTube channel. Okay. It is exclusively for machineries only. Okay, my channel name is Machinery World. You are most welcome to my Machinery World YouTube channel, sir. Thank you, sir. Thank you. Now carry on. സാർ നമ്മളിത് സായി പവർ എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനി വരുന്നത്. ഞങ്ങളുടെ കമ്പനീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനറേറ്ററിൻ്റെയും സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ഞങ്ങൾ വോൾവോ ഐഷർ എന്ന് പറഞ്ഞ ജനറേറ്ററിൻ്റെയും കൂടാണ്ട് വരുന്നത് MTU എന്ന് പറഞ്ഞുള്ള റോഡ് സർവീസിൻ്റെ ജനറേറ്ററിൻ്റെയും കേരളത്തിലെ മൊത്തം സെയിൽസ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. നമുക്ക് ഈ വരുന്ന ഒന്ന് റോഡ് സർവീസിൻ്റെ ജനറേറ്റർ നമുക്ക് അവിടെ ബ്രോഷറിൽ കാണാം. അത് വലിയ കാറ്റഗറിയാണ്, 500-ൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ചെറിയ ഡിസ്പ്ലേയിൽ നമുക്ക് ഡിസ്പ്ലേ കാണിക്കാൻ പറ്റില്ല. ആ ഒരു കാറ്റഗറി ജനറേറ്ററും പിന്നെ വോൾവോ ഐഷർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കാറ്റഗറി ജനറേറ്ററുമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. മെയിനായിട്ട് ഈ ഒരു ജനറേറ്ററിൻ്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ വോൾവോ ഐഷർ എന്ന് പറഞ്ഞിട്ടുള്ള വോൾവോ ഗ്രൂപ്പും എയ്ച്ചർ മോട്ടോഴ്സും ജോയിൻറ്റ് വെഞ്ചറായിട്ട് വരുന്ന കാറ്റഗറി ജനറേറ്ററാണ്. നമുക്ക് ഇതിന് വരുന്നൊരു മെയിൻ അഡ്വാൻറ്റേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 30 kVA ആണ്. ഈ 30 kVA ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് 4 സിലിണ്ടർ എഞ്ചിൻസാണ്. വേറെ കമ്പനികളൊന്നും 4 സിലിണ്ടർ എഞ്ചിൻ 30 kVA പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മളൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. എന്നാൽ ഫ്യൂവൽ കൺസപ്ഷൻ കുറവുമാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ കാണാം, നമുക്കെന്ന് വെച്ചാൽ പുറത്തുനിന്ന് തന്നെ ഡീസൽ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന സെപ്പറേറ്റ് ഒരു ഗേജ് ഉണ്ട്. ഇതിന് ആപ്റ്റായിട്ടുള്ള കറക്റ്റ് ഫണൽ, ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഫണലുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മളെ DGക്ക് നല്ല ശബ്ദം കുറവാണെന്നുള്ളതാണ്. ഒന്ന് ഡോറ് തുറന്നു കഴിഞ്ഞാൽ എല്ലാ ജനറേറ്ററുകളും ശബ്ദമുള്ള ജനറേറ്ററാണ്. എന്നാൽ ഈ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്ററിൻ്റെ ശബ്ദം നന്നായിട്ട് കുറയും. അതിന് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കനോപ്പിൻ്റെ ക്വാളിറ്റിയാണ്. ഈ ഷീറ്റിൻ്റെ തിക്നെസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ജനറേറ്ററിലും നോക്കിക്കഴിഞ്ഞാൽ ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന ടൈപ്പ് ചെറിയ ഷീറ്റ് തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഷീറ്റുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗേജ് കൂടിയുള്ള ഷീറ്റാണ്. നമ്മൾ സെപ്പറേറ്റ് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ ചെറിയ അഡ്വാൻറ്റേജ് നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഗ്രില്ല് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രില്ല് ഓപ്പണിംഗ് പോർഷനിലൊക്കെ ഗ്രില്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രില്ല് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എലി പോലുള്ള സംഭവങ്ങൾ ജനറേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വയറ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ റോഡൻസ് ഇതൊക്കെ, അതായത് എലി അങ്ങനെയുള്ള വയറുകളൊക്കെ കട്ട് ചെയ്യും, മെഷീൻസിന്റെ കംപ്ലൈന്റ് ആക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമ്മൾ എന്തുണ്ട് സെപ്പറേറ്റ് ഗ്രില്ലിന്റെ വയർ മെഷീൻ നെറ്റിന് കൊടുത്തിട്ടുണ്ട്. അതെ, വയർ മെഷീൻ്റെ നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മളെ എഞ്ചിൻ്റെ അതാണ് കൺട്രോൾ പാനലാണ്. അപ്പോൾ ഇവിടെ തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറേറ്റർ റൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ജനറേറ്റർ ചാർജ് ആവും. എന്നാൽ സെപ്പറേറ്റ് ജനറേറ്റർ ചില സമയത്ത് ഒരുപാട് സമയം വർക്ക് ചെയ്യാണ്ടിരിക്കുന്നുണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ഡൗൺ ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാറ്ററി ചാർജർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഓട്ടോമാറ്റിക് ചാർജ് ആവുകയും കട്ട് ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടെ വരുന്ന ഒരു DG ആണ്.